Hello friends, I am Shajid Vagaran. Welcome to my YouTube channel SD Index Media. പഴയ ഒരു മെത്തയെ എങ്ങനെ നമുക്ക് പുതിയതാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന അതേ ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു മെത്ത എങ്ങനെ ഉണ്ടാക്കാം, അത് നമ്മുടെ സാധാ സ്റ്റിച്ചിങ് മെഷീനിൽ വെച്ച്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ ആരും ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യേണ്ട. ഞാൻ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് എത്ര ചിലവ് വരുമെന്നും അത് എവിടെ കിട്ടുമെന്നും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ആ ക്ലോത്ത് കട്ട് ചെയ്യുന്നതൊന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ മെത്ത 6 അടി നീളവും 5 അടി വീതിയാണ്. ഈ മെത്തയുടെ കവറാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 പീസ് നമ്മൾ മുകളിലും താഴെയും കുൾട്ട് ചെയ്ത ഫോമാണ് ഇത്. ഇതിന് ഏതാണ്ട് 2 സെൻറ്റി ഫോമാണ് ഇതിനകത്ത്. 2 സെൻറ്റി ഫോം വെച്ചിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് സ്റ്റിച്ചിങ് ആണിത്. അപ്പോൾ ഇത് നമുക്ക് മേടിക്കാൻ പറ്റും. ഏതാണ്ട് 700 രൂപ ഒരു മീറ്ററിൻ്റെ വിലയാണ്. ഒരു 700 രൂപ മീറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2-2.25 മീറ്റർ ഇതിന് വിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ 1 മീറ്റർ മേടിക്കുമ്പോഴാണ് നമുക്ക് ഈ 700-750 രൂപ വില വരുന്നത്. അപ്പോൾ ഇത് കണക്കത്തുള്ള 2 പീസും ഇതിൻ്റെ സൈഡിലേക്ക് ഇനി നമ്മൾ വേറൊരു പീസും കൂടെ വെച്ച് ചെയിൻ വെച്ചാണ് നമ്മൾ ഇതിനകത്ത് ഒരു മാട്രസ് പുതുതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പഴയ വീട്ടിൽ നമ്മളെയൊക്കെ വീട്ടിൽ പഴയ മാട്രസ് ഇതിനൊക്കെ ചീത്തയായി കിടപ്പുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചതുപോലെ ആ പഴയ മാട്രസിനെ നമ്മൾ പുതിയതാക്കുകയാണ്. അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് ഏതാണ്ട് 10,000 രൂപ ചിലവാക്കി ഒരു മാട്രസ് മേടിക്കുന്നതിനെക്കാട്ടിയും നമ്മൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് അടിപൊളി ഒരു മാട്രസ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് 2 പീസ് ഞാൻ വെട്ടിയെടുത്തു. ഇനി ഇതിൻ്റെ സൈഡ് പീസ് നമുക്ക് വേണം. അപ്പോൾ അതും കൂടെ വെട്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഒരു മാട്രസ് ആവും. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇതാണ് നമ്മൾ സൈഡ് പീസിലേക്ക് കൊടുക്കുന്ന സൈഡ് പാളം കൊടുക്കുന്ന തുണിയാണ്. ഇത് നമുക്ക് മീറ്റർ ഇതണക്ക് മുറിച്ച് മേടിച്ചതാണ്. ഇതിന് വീതിയും കൂടുതലാണ്, ഉണ്ടോ? ഇത്രയും വീതി ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് 3 ഇഞ്ചാണ് നമ്മുടെ മാട്രസിൻ്റെ ഹൈറ്റ്. അപ്പോൾ 3 ഇഞ്ചിന് നമ്മൾ 4 ഇഞ്ചിലിട്ട് നമ്മൾ ഇതിൻ്റെ വീതി വെട്ടുകയാണ്. അതിനകത്ത് നമ്മൾ മാട്രസ് ഇത് തയ്ക്കുന്നത് വേറെ മെഷീനിലാണ്. പക്ഷേ നമ്മൾ സാധാ മെഷീനിൽ നമ്മൾ തയ്ക്കുന്ന രീതി ആയതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ചെയിൻ വെച്ചാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മെത്തേഡ് നമുക്ക് കാണാം. നമ്മളിതിൻ്റെ വീതി ഇത് ഡബിൾ വീതിയാണ്. ഇതിന് 80 ഇഞ്ച് വീതിയുണ്ട്. അതായത് 204 സെൻറ്റിമീറ്റർ വീതിയുണ്ട്. ഇതിൽ 3 ഇഞ്ചാണ് നമ്മുടെ അളവ്. അപ്പോൾ അതിൽ നമ്മൾ 4 ഇഞ്ചിട്ട് നമ്മൾ വെട്ടുകയാണ്. അപ്പം നീളത്തിനുള്ള 2 പീസും പിന്നെ വീതിക്കുള്ള 1.5 മീറ്ററിൻ്റെ 2 പീസും വേണം. അപ്പം നീളത്തിനുള്ള ആദ്യത്തെ പീസ് നമുക്ക് വെട്ടാം. ഇതിൽ നമ്മൾ ചെയിൻ വെച്ച് നമ്മൾ ഇതിനൊക്കെ സ്റ്റിച്ച് ചെയ്യണം 2 പീസിൽ.
ഇതിന് 4 ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ലൈനിങ് വെക്കണം. ലൈനിങ് ഇതാണ്. ഈ ലൈനിങ് വെക്കുന്നത് ഇത് തച്ചതിന് ശേഷം തന്നെ ഇതുപോലെ തയ്ക്കണം. അങ്ങനെ നമ്മുടെ മാട്രസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചിലവായത് മൊത്തം എനിക്ക് 2300 രൂപയാണ്. ഇതിന് തുണി നമുക്ക് ആവശ്യമായി വേണ്ടത് 3 മീറ്ററും 10 സെൻറ്റിയാണ് ഈ മാട്രസിന് എനിക്ക് ആകെ ചിലവായത്. പിന്നെ അതുപോലെ തന്നെ ഈ മാട്രസിൻ്റെ ക്ലോത്ത് നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഫർണിഷിംഗ് മെറ്റീരിയൽ വിൽക്കുന്ന കടകളിൽ നമുക്കിത് അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കവറിനെ ഒന്ന് ആ പഴയ മാട്രസിനകത്ത് ഇട്ടാലോ? Thank you.